ഗുഡ് ഈവനിങ്. നമ്മൾ 8ാം ക്ലാസ്സിന്റെ സെക്കൻഡ് യൂണിറ്റിന്റെ ഫസ്റ്റ് പദ്യമാണ് എടുക്കാൻ പോണ്. എന്താണ് ആ പദ്യത്തിന്റെ പേര്? സുഖ് ദുഃഖ്. എല്ലാവർക്കും അറിയാം, സുഖ് പറഞ്ഞ സുഖം, ദുഃഖം ദുഃഖ് പറഞ്ഞ. അപ്പൊ അതിന്റെ മുമ്പ് നമ്മളൊരു ചിത്രം ഇവിടെ കാണാം. എന്താണ്, എല്ലാ ജീവിതത്തിലും നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു കുട്ടി ഉണ്ടാവും. എന്താണ്, കിടന്നുറങ്ങുകയാണ് തലണയിൽ. സ്വപ്നം കാണാണ്, ചിറകുകൾ വെച്ചിട്ട് എവിടെ എത്തി? ആകാശത്തേക്ക് എത്തി. അപ്പൊ മനോഹരമായ സ്വപ്നം കാണുകയാണ് കുട്ടി. ചിറകുകൾ വെച്ചിട്ട് എന്താണ്, പറന്ന് മുകളിലെത്തി. അപ്പൊ സപ്നെ വേ സച്ച് നഹി ഹോത്തെ. എന്താണ് സ്വപ്നങ്ങൾ സത്യം ആവില്ല. ഏത് സ്വപ്നം? ജോ സോത്തെ വക്ത് ദേഖേ ജാത്തെ ഹെ. ഏത് സ്വപ്നങ്ങളാണ് സത്യമാവാതിരിക്കുന്നത്? നമ്മൾ ഉറക്കത്തില് കാണുന്നത്. സപ്നെ മേ സച്ച് ഹോത്തെ ഹെ, സപ്നെ വേ സച്ച് ഹോത്തെ ഹെ ജിൻകെ ലിയെ ഹം സോനാ ഛോഡ് ദേത്തെ ഹെ. സ്വപ്നങ്ങൾ അതാണ് സത്യമാവണത്. ഏത്? നമ്മള് ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അധ്വാനിച്ച് ആ സ്വപ്നങ്ങളാണ് പൂർത്തിയാവാറുള്ളത്. അപ്പൊ കിടന്നുറങ്ങിയാലൊന്നും നമ്മൾ കിടന്നുറങ്ങിയിട്ടുള്ള സ്വപ്നം കാണാൻ അത് സത്യമാവില്ല. നമ്മൾ കിടന്നുറങ്ങാതെ ഉറക്കൊഴിച്ച് അധ്വാനിച്ച് പഠിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് യഥാർത്ഥ സ്വപ്നം. ഈ ദൃശ്യ പങ്ക്തിയ, ഈ ദൃശ്യവും പിന്നെ ഈ വരികൾ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? കിടന്നുറങ്ങിയാലൊന്നും നമ്മളുടെ ജീവിതത്തിലുള്ള സ്വപ്നം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അതിന് നല്ല കഷ്ടപ്പെടണം. അതാണ് ഈ വരികളുടെ അർത്ഥം. സപ്നെ വേ സച്ച് നഹി ഹോത്തെ ജോ സോത്തെ വക്ത് ദേഖേ ജാത്തെ ഹെ. ഒരിക്കലും നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും സത്യമാവില്ല. സപ്നെ വേ സച്ച് ഹോത്തെ ഹെ ജിൻകെ ലിയെ ആപ് സോനാ ഛോഡ് ദേത്തെ. സ്വപ്നങ്ങൾ അതാണ് സത്യമാവുക, യഥാർത്ഥത്തിൽ വരുന്നത്. ഏത്? നമ്മൾ ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഉറക്കം തന്നെ നമ്മള് മറന്നുപോകും. അത്രയും പരിശ്രമിച്ച് നമ്മള് വിചാരിച്ച ലക്ഷ്യത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അതാണ് ഈ വരികളുടെ അർത്ഥം. നമ്മളടുത്ത നമ്മളുടെ പോയം നോക്കുക. സുഖ് ദുഃഖ്. സുഖ് ദുഃഖ് പറഞ്ഞ ഒരു കവിതയാണ്. അത് എഴുതിയത് ആരാണ്? സുമിത്രാനന്ദൻ പന്ത്. സുഖ് ദുഃഖ്, നമ്മുടെ ജീവിതത്തില് സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ്. ഒരു കയറ്റുണ്ടെങ്കിലും ഇറക്കണ്ട് അല്ലെ? നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എങ്ങനെ കാണുക? ചിലപ്പോ ഒരു കയറ്റം ഉണ്ടാവും, പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു ഇറക്കം ഉണ്ടാവും. അപ്പൊ ഇറക്കം നമ്മൾ എന്തിനെ സൂചിപ്പിക്കുന്നു? സുഖത്തിന്. ദുഃഖം പറഞ്ഞാൽ കയറ്റം. അപ്പൊ എല്ലാ നമ്മളുടെ വഴികളിലും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എല്ലാം നമ്മൾ അനുഭവിക്കണം. സുഖം മാത്രം ഉണ്ടെങ്കിൽ മനുഷ്യന് അഹങ്കാരിയാവും അല്ലെ? എന്താണ് ദുഃഖം എന്ന് മനസ്സിലാവില്ല. അപ്പോ ദൈവം സൃഷ്ടിച്ച് തന്നെ നമ്മൾ ജീവിതത്തില് നമ്മൾ പലതും അനുഭവിക്കണം. സുഖം എന്താണ്, ദുഃഖം എന്താണ്, അതാണ് ജീവിതത്തിലെ ഒരു രസകരമായിട്ട് നമ്മളെ മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകണം. നമ്മൾക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് തരുന്നത്. അപ്പൊ അതാണ് സുമിത്രാനന്ദൻ പന്ത് പറയണ ഈ കവിതയില്. സുമിത്രാനന്ദൻ പന്ത് ഈ കവി എന്ത് പറയണോ? നമ്മള് എന്ത് കഷ്ടപ്പെട്ട, എന്ത് ബുദ്ധിമുട്ടും അത് നമുക്ക് എന്ത് വേണം? അധ്വാനിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഏത് മാർഗവും സഫലമായിരിക്കണമെങ്കിൽ നമുക്ക് നല്ല അധ്വാനിക്കും. വി ഹാവ് ടു ഡു ദ ഹാർഡ് വർക്ക് അല്ലെ? ഹാർഡ് വർക്ക് ആയിട്ട് ചെയ്യണം. അപ്പോ സുമിത്രാനന്ദൻ പന്ത് ഒരു പ്രസിദ്ധ കവിയാണ്. അവര് 1921 മഹാത്മാഗാന്ധിയുടെ പ്രേരണ അനുസരിച്ച് പഠിത്തം വിട്ട് അങ്ങനെ അവര് എന്താണ് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ച്. അപ്പോ അങ്ങനത്തെ ഒരു വലിയൊരു എഴുത്തുകാരനും ആയിരുന്നു. അപ്പൊ നമുക്ക് കവിത നോക്കാം. സുമിത്രാനന്ദൻ പന്ത്. സുഖ് ദുഃഖ്. मैं नहीं चाहता सिर चिर दुख सुख, मैं नहीं चाहता सिर चिर दुख, सुख दुख की खेल मिचौनी खोले जीवन अपना मुख. കവി പറയാണ്, എന്റെ ആഗ്രഹം, മേ നഹി ചാത്ത, എന്റെ മനസ്സ്, എന്റെ ദയം എന്താണ്? ചിർമീൻ മനസ്സും എന്താണ്? സുഖം അനുഭവിക്കണം. മേ നഹി ചാത്ത ചിർ ദുഃഖ്, എന്റെ മനസ്സ് ദുഃഖവും അനുഭവിക്കണ്ട. നമ്മള് ജീവിതത്തിൽ സുഖം ഉണ്ടെങ്കിൽ അതിന്റെ ഒപ്പം ദുഃഖം ഉണ്ട്. അപ്പൊ രണ്ടും എനിക്ക് അനുഭവിക്കണ്ട, എനിക്ക് രണ്ടും വേണ്ട.
എനിക്ക് സുഖവും വേണ്ട ദുഃഖവും വേണ്ട. സുഖ് ദുഃഖ് കി ഖേൽ മിച്ചോനി ഖോലെ ജീവൻ അപ്ന മുഖ്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഖ് പറഞ്ഞ വായ എപ്പോഴാ തുറക്കണ? അപ്പോഴാണ് നമ്മളത് യഥാർത്ഥ ജീവിതം. സുഖവും ദുഃഖവും വരുമ്പോഴാണ് നമ്മളുടെ ജീവിതം എന്താണെന്ന് നമുക്ക് അപ്പോഴാണ് ശരിക്കുള്ള മുഖം നമുക്ക് കാണാൻ പറ്റും. മുഖ് പറഞ്ഞ ഫേസ്. പൊലിവ് തുറന്നു കാണിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ജീവന്റെ ഫേസ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുഖം എന്താണെന്ന് തുറന്നു കാണിക്കുന്നത്. അത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എപ്പോഴാണ് സുഖവും ദുഃഖവും ഒളിച്ചു കളിക്കാൻ തുടങ്ങുന്നത്. ഖേൽ മിച്ചോനി പറഞ്ഞ എന്താണ്? ഖേൽ മിച്ചോനി പറഞ്ഞ ഒളിച്ചു കളിക്ക്. ചിലപ്പോ ദുഃഖം പോയി ഒളിക്കും, ചിലപ്പോ സുഖം പോയി ഒളിക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण, फिर घन में ओझल हो शशि, फिर शशि से ओझल हो घन. घन സുഖ് ദുഃഖി മധുർ. ഈ സുഖവും ദുഃഖത്തിന്റെ മധുരമായ ഒത്തുചേരല്. എന്താണ്? ഈ ജീവൻ ഹോ പരിപൂർණ. ഇതുകൊണ്ടാണ് ജീവൻ പരിപൂർണമാവുന്നത്. എന്നും സന്തോഷം ഉണ്ടെങ്കിൽ മനുഷ്യൻ അഹങ്കരിക്കും. അതുപോലെ ദുഃഖം ഉണ്ടെങ്കിലും എന്നും ജീവിതത്തിൽ ദുഃഖമാണെങ്കിൽ എന്നും ദുഃഖിച്ചിരിക്കും. രണ്ടും കൂടി ഖട്ടാ മീഠ പറഞ്ഞ പുളിയും മധുരവുമായിട്ടുള്ള രസമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോണത്. അപ്പോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം പൂർണ്ണമാവുള്ളൂ. പരിപൂർണ പറഞ്ഞ പൂർണ്ണമാവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. സുഖ് ദുഃഖത്തെ മധുർ മിലൻ. അപ്പൊ ഈ സുഖ് ദുഃഖിന്റെ മധുരമായ ഒരു ഒത്തുചേരലുകൊണ്ടാണ് നമ്മളുടെ ജീവൻ പരിപൂർണ്ണാവുന്നത്. इसके सुख दुख के मिलन से हमारा जीवन पूर्ण हो जाता है. പൂർണ്ണമായി മാറും. फिर घन में ओझल हो शशि, फिर शशि से ओझल हो घन. घन പറഞ്ഞ എന്താണ്? മേഘം. മേഘം. ഘൻ പറഞ്ഞ മേഘം. ഓझൽ പറഞ്ഞ അപ്രത്യക്ഷമാവുക, കാണാതെ, ഡിസപ്പിയർ, കാണാതെ ആവുക. ശശി പറഞ്ഞ ചന്ദ്രമ, ചാന്ത്. അപ്പൊ ഇവിടെ ഘൻ മേഘങ്ങൾ കാരണം അപ്രത്യക്ഷമാവുകയാണ് ആര്? ചന്ദ്രൻ. അപ്പോ ഘൻ പറഞ്ഞ മേഘം, ദുഃഖത്തിന്റെ കാരണം അവിടെ സന്തോഷം എന്തായി മാറി? മറഞ്ഞു പോവുകയാണ്. മേഘങ്ങൾ കാരണം. അപ്പൊ ഘൻ എന്തിന്റെ സൂചിപ്പിക്കുന്നു? ദുഃഖം. ശശി പറഞ്ഞ ചാന്ത്, ചന്ദ്രൻ എന്തിനെ സൂചിപ്പിക്കുന്നു? സുഖത്തിനെ. അപ്പോ മേഘങ്ങൾ, ദുഃഖം കാരണം സന്തോഷം അവിടെ അപ്രത്യക്ഷമാവുകയാണ്. അതുപോലെ ഫിർ ശശി സെ ഓझल ഹോ ഘൻ. സന്തോഷം വരുമ്പോൾ ദുഃഖം അപ്രത്യക്ഷമാവുകയാണ്. മനസ്സിലായോ? ഫിർ ഘൻ മേ ഓझल ഹോ ശശി. ഘൻ പറഞ്ഞ അവിടെ മേഘം, ഓझल പറഞ്ഞ അപ്രത്യക്ഷമാവുക. അപ്പോ ശശി പറഞ്ഞ ചാന്ത്. അപ്പോ ഇവിടെ ഘൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ദുഃഖത്തിന്. ശശി എന്തിനെ സൂചിപ്പിക്കുന്നു? സുഖത്തിന്. അപ്പോ ദുഃഖം വരുമ്പോ അതിൽ മറഞ്ഞു പോവുകയാണ് സുഖം.
നമ്മള് മേഘങ്ങളുടെ ഇടയിൽ ചന്ദ്രനെ കാണാൻ പറ്റുമോ? ഇല്ല, അപ്രത്യക്ഷമാവും. അതുപോലെ ചന്ദ്രന്റെ നിലാവ് വരുമോ? മേഘങ്ങൾ എന്താണ്? മേഘങ്ങൾ അവിടെ ചന്ദ്രന്റെ അത്രയും ഇതുണ്ടാവുമ്പോ എന്താണ്? അവിടെ മേഘങ്ങൾ അപ്രത്യക്ഷമാവും. ചന്ദ്രന്റെ രശ്മികൾ താഴത്തേക്ക് എപ്പോഴെത്തുക ഭൂമിക്ക്? മേഘങ്ങൾ ഇല്ലാതെയാവുമ്പോ അല്ലെ? മേഘങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്? ചന്ദ്രന്റെ നിലാവ് നമുക്ക് കാണാൻ പറ്റില്ല, ഭൂമിയിലേക്ക് എത്തില്ല. ഇവിടെ सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण, फिर घन में ओझल हो शशि, फिर शशि से ओझल हो घन. അപ്പൊ ഈ സുഖവും ദുഃഖവും ജീവിതത്തില് ഒരു മധുരമായ അവരെ കൂടിച്ചേരൽ ഉണ്ടാവുമ്പോഴാണ് നമ്മളുടെ ജീവിതം പൂർണ്ണമാവുന്നത്. हमारा जीवन पूर्ण हो जाता है. जैसे मेघ में ओझल हो जाता है चांद, कभी चांद हो जाता है, ओझल हो जाता है മേഘ മേ. അപ്പോ ചില സമയത്ത് ചാന്ത് എന്താണ്? മേഘങ്ങളുടെ ഉള്ളിൽ അപ്രത്യക്ഷമാവുന്നു. ചില സമയത്ത് എന്താണ്? ചന്ദ്രന്റെ നിലാവ് മേഘങ്ങളെ അപ്രത്യക്ഷമാക്കുന്നു. അപ്പോ ഇത് രണ്ടും സുഖവും ദുഃഖത്തിന്റെയും, ഘൻ പറഞ്ഞ ദുഃഖത്തിന്റെ സിമ്പിളാണ്, പ്രതീകമാണ്. ശശി സുഖത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഫിർ ഘൻ, അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കുക. എങ്ങനെയാണ് മേഘങ്ങൾ വരുമ്പോ ചന്ദ്രൻ അപ്രത്യക്ഷമാവുന്നു, പിന്നെ ചന്ദ്രന്റെ നിലാവ് വരുമ്പോ നിലാവ് എങ്ങനെ? അപ്പൊ മേഘങ്ങൾ അപ്രത്യക്ഷമാവുന്നു. അപ്പൊ സുഖവും ദുഃഖവും ഉണ്ടെങ്കിലേ നമ്മളുടെ ജീവിതത്തിന് പരിപൂർണത കിട്ടുള്ളൂ. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുക. ജഗ് പീഡിത് ഹെ അതി ദുഃഖ് സേ. അല്ലേ? നമ്മള് ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണ്. നമ്മളുടെ വയനാട്ടിലത്തെ ആൾക്കാരെ അല്ലേ? ലോകം മുഴുവൻ ജഗ് പീഡിത് ഹെ അതി ദുഃഖ് സേ. നമ്മൾ അത്രയും ദുഃഖത്തിലാണ് നമ്മള്. ജഗ് പീഡിത് രേ അതി സുഖ് സേ. ചില സമയങ്ങളിൽ നമ്മളുടെ ലോകം നല്ല സന്തോഷമായിരിക്കും. ഇന്നത്തെ അവസ്ഥ നമ്മള് എല്ലാരും സങ്കടപ്പെട്ടിരിക്കുകയാണ് അല്ലെ? നമ്മുടെ ഒപ്പമുള്ളവരുടെ പിരിയലും ഇതൊക്കെ നമുക്ക് എല്ലാരും ഒന്ന് കാണുന്നുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ ഇന്ന് നമ്മള് ബാധിച്ചു. അതാണ് പീഡിത്. ലോകത്തിന് എന്ത് ബാധിച്ചു? ദുഃഖം. അതുപോലെ ചില സമയത്ത് ലോകത്തിന് സുഖം ബാധിച്ചിട്ടുണ്ടാവും. അതി ദുഃഖം പറഞ്ഞാൽ അത്രയും സുഖം ഉണ്ടാവും, അത്രയും ദുഃഖവും ഉണ്ടാവും. മാനവ് ജഗ് മേ ബട്ട് ജാവേ, സുഖ ദുഃഖ സേ ഹോ സുഖ ദുഃഖ സേ, ദുഃഖ സുഖ സേ ഓ സുഖ ദുഃഖ സേ. എന്താ പറയണ? മാനവ് ജഗ് സ്പ്രെഡ് ആയിട്ട് ഡിവൈഡ് ആയി പോയി. ഡിവൈഡ് ആയി പകുതി ആരും പകുതി മനുഷ്യ ഈ ലോകത്തെല്ലാരും ബട്ടേ ജായേ. ബട്ട് ജായേ പറഞ്ഞ എന്താണ്? ഡിവൈഡ് ആവുക. അപ്പൊ എന്തുകൊണ്ട് നമ്മള് വിഭജിച്ചു? സുഖവും ദുഃഖവുമായിട്ടാണ് നമ്മൾ വിഭജിച്ചു പോയി. ഈ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് രണ്ട് രസങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ദുഃഖം എന്താണ്? ഈ ലോകം മുഴുവൻ അവര് അതി ദുഃഖം, അത്രയും തീവ്രമായ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും പ്രസന്റ് സിറ്റുവേഷനിൽ അല്ലെ? ജഗ് പീഡിത്രേ അതി ദുഃഖ സേ. അതുപോലെ ലോകം മുഴുവൻ അത്രയും സുഖത്തിലും ആണ് ബാധിച്ചിരിക്കുന്നത്. ഇതുപോലെ മനുഷ്യ സമൂഹം ഇന്ന് എന്തായി വിഭജിച്ചു? എന്തിൽ രണ്ടായി ഡിവൈഡ് ആയിരുന്നു? ദുഃഖ സുഖ് സേ ഹോ സുഖ ദുഃഖ സേ. ചില ദുഃഖത്തിലാവും ചില ആൾക്കാര്, ചിലര് സുഖത്തിലാവും.
ചില സമയത്ത് ചില ആൾക്കാർ സുഖത്തിലാവും, ചില സമയത്ത് ദുഃഖത്തിലാവും. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ മനുഷ്യജന്മം രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. അവിരത് ദുഃഖ് സേ ഉത്പീഡൻ. എന്താണ് അവിരത്? അവിരത് നിരന്തരമായിട്ട്, നിരന്തരമായിട്ട് എന്ത് ചെയ്യണു? ദുഃഖ് ഹെ ഉത്പീഡൻ, അവിരത് സുഖ് ഭി ഉത്പീഡൻ. നിരന്തരമായിട്ട് നമ്മള് എന്താണ്, നമ്മൾ പീഡനം, ദുഃഖത്തിന്റെ അത് അനുഭവിച്ചിരിക്കുകയാണ്. വിഷമങ്ങളും ഒക്കെയാണ് ദുഃഖം. അത് കണ്ടിന്യൂസ് ആയിട്ട്, അവിരത്ത് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മൾ ദുഃഖം അനുഭവിച്ചെന്നിരിക്കണു. അത് നമ്മള് ഉത്പീഡനം, നമ്മള് ദുഃഖിയാണ്. അവിരത് സുഖ് ഭി ഉത്പീഡനം, അതുപോലെ നിരന്തരമായ സുഖവും ഞങ്ങള് അനുഭവിച്ചിരിക്കുന്നു. നമ്മള് എന്താണ് വിഷമിപ്പിക്കല്, നമ്മൾ സുഖത്തിൽ നിന്ന് നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, ദുഃഖവും നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന്. നിരന്തരമായ ദുഃഖവും നിരന്തരമായ സുഖവും നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന്. സുഖ ദുഃഖ കി നിശാ ദിവാമേ സോത്താ ജാഗ്താ ജഗ് ജീവൻ. ഈ സുഖവും ദുഃഖത്തിന്റെയും നിശാ ദിവാമേ, നിശ പറഞ്ഞ സന്ധ്യ, രാത് ദിൻ അല്ലെ, സന്ധ്യ രാത്രി, നിശ പറഞ്ഞ രാത്രി, ദിവ പറഞ്ഞ ദിൻ പകല്. രാത് ഓർ ദിൻ മേ, ഈ സുഖവും ദുഃഖത്തെ സമയം നേരം രാത് ദിൻ പോലെയാണ് സുഖവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇപ്പൊ രാത്രി രാവിലെ ആവുന്നു, പകല് പിന്നെയും കഴിഞ്ഞു പോണു, രാത്രി ആവണു. അതുപോലെയാണ് നമ്മുടെ സുഖവും വരുന്നു, മാറി മാറി ദുഃഖവും വരുന്നു. ദുഃഖവും പോയ സുഖവും മറിഞ്ഞു വരുന്നു. അപ്പൊ എങ്ങനെയാണ് സുഖവും ദുഃഖവും മാറി മറിഞ്ഞു വരുന്നത്? രാത് ദിൻ ജൈസെ, രാത് ദിൻ നിശാ और दिवा के जैसे सुख दुख हमारे जीवन में आते और जाते हैं. എന്താണ്? രാത് ദിന്നിന്റെ പോലെ നമ്മളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വരുന്നു പോയിട്ടും ഇരിക്കുന്നു. സോത്ത ജാഗ്ത ജഗ് ജീവൻ, ഈ ലോകത്തിന്റെ ജീവിതം ഉറങ്ങിയിട്ടും നീച്ചിട്ടും, ജാഗന പറഞ്ഞ ഉറങ്ങി എണീക്കുക. സോത്ത ജാഗ്ത ജഗ് ജീവൻ, ഈ സുഖവും ദുഃഖത്തിന്റെ ഇടയിൽ ഈ മനുഷ്യജന്മം ഉറങ്ങും എണീക്കും ഒക്കെ ഈ കാലചക്രം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയോണ്ടിരിക്കും നിരന്തരമായിട്ട്. അതിൽ നമ്മൾ അനുഭവിക്കേണ്ടത് സുഖവും ദുഃഖവും, ഇവര് രണ്ട് നാണയത്തിന് അപ്പുറം ഇപ്പുറം പോലെയാണ്. ഇതിനൊരു അവസാനമില്ല. ये सांझ उषा का आंगन आलिंगन विरह मिलन का फिर हास अश्रुमय आनंद रे ये मानव जीवन का ये सांझ उषा का आंगन. ഇത് എങ്ങനെയാണ് സാഞ്ച്? സന്ധ്യ, ഉഷ പറഞ്ഞ പ്രഭാത, രാവിലെ. എങ്ങനെയാണ് രാവിലെയും വൈകുന്നേരവും ഇതിന്റെ സുഖവും ദുഃഖവും എന്താണ്? ആംഗൻ പറഞ്ഞ മുറ്റം. നമ്മളുടെ ജീവിതത്തിലത്തെ ഈ മുറ്റത്ത് ജീവൻ, നമ്മുടെ ജീവിതം ഒരു മുറ്റമായിട്ട് കാണുകയാണ്. അതില് എങ്ങനെയാണ് സുഖവും ദുഃഖവും എപ്പോഴും വരും പോവും ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ മുറ്റത്ത്, എങ്ങനെയാണ് സന്ധ്യയും വൈകുന്നേരവും രാവിലെയും ഒക്കെ ആവണം. ഉഷ പറഞ്ഞ രാവിലെ, പ്രഭാത്. ആലിംഗൻ വിരഹ് മിലൻ കാലയിൽ ആലിംഗനം ചെയ്യാം. എങ്ങനെ? വിരഹ്, വിരഹ് വേർപിരിയുക. വിരഹ് ഓർ മിലൻ, കൂടിച്ചേരൽ. മിലൻ പറഞ്ഞ എന്താണ്? കൂടിച്ചേരൽ. അപ്പൊ വിരഹ് ഓർ മിലൻ, വിരഹ് പറഞ്ഞ വേർപിരിയുക, ബിച്ചടന, ബിച്ചടന പറഞ്ഞ വേർപിരിയുക, മിലൻ പറഞ്ഞ മിൽന. അപ്പൊ എങ്ങനെയാണ് സുഖവും ദുഃഖവും എന്താണ്? വേർവിട്ടു പോകണം, പിന്നെ കൂടിച്ചേരണുണ്ട്. ഒന്നൊന്ന് ഇപ്പൊ വിരഹം എന്തിൻ്റെതാണ്? ദുഃഖത്തിന്റെ സൂചന. മിലൻ പറഞ്ഞ സുഖത്തിന്റെ. നമ്മളെ ജീവിതം എന്തുകൊണ്ടാണ് ആലിംഗനം ചെയ്യണത്? വിരഹവും മിലനും, സുഖവും ദുഃഖവുമായിട്ടാണ് നമ്മുടെ ജീവിതം ആലിംഗനമായിട്ട് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് നമ്മളുടെ മുറ്റത്ത് വൈകുന്നേരവും രാവിലെയൊക്കെ ആയി പോണത്, അതുപോലെ കഴിഞ്ഞു പോണത്, അതുപോലെയാണ് നമ്മളുടെ ജീവിതം. ജീവിതത്തിലെല്ലാം നമ്മള് അറിയണം. എന്താണ് സുഖവും ദുഃഖവും എല്ലാം അറിയണം. ആലിംഗൻ വിരഹ മിലൻകാ ചിർ ഹാസ് അശ്രുമയ ആനന്ദ്. മനസ്സിൽ ഹാസ് പറഞ്ഞ ഹാസ്, ചിരി അല്ലേ? സുഖ
यह चिरहास अश्रुमय आनंद रे इस मानव जीवन का इस चिरहास अश्रुमय ചിരിന്റെ മനസ്സ് ചിരിയും അശ്രുമയം പറഞ്ഞ കണ്ണുനീര് ആനൻ എന്റെ മുഖത്ത് ആനൻ പറഞ്ഞ മുഖം ഫേസ് എന്റെ മുഖത്ത് എന്താണ് രേ ഇസ് മാനവ് ജീവൻ കാ മാനവ് ജീവൻ എന്റെ ഫേസിൽ എന്താണ് രേ ഇസ് മാനവ് മനുഷ്യ ജീവനത്തില് അങ്ങനെയാണ് എന്തൊക്കെയാ നമ്മൾക്ക് നമ്മളുടെ മനസ്സ് ചിലപ്പോ ചിരിക്കും ചിലപ്പോ കാര്യം നമ്മുടെ മുഖം അങ്ങനെയാ ഇത് രണ്ട് മുഖമായിട്ടാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് ഒന്ന് ദുഃഖവും ഒന്ന് സന്തോഷം അപ്പൊ നമ്മളുടെ മനസ്സ് ഹൃദയം മനസ്സിലെപ്പോഴും സന്തോഷം ചിർ മീൻസ് മനസ്സ് ഹാസ് പറഞ്ഞ ഹാസ്യം ചിരി അശ്രുമായി പറഞ്ഞ അശ്രു പറഞ്ഞ കണ്ണുനീര് അപ്പോ കണ്ണുനീര് എന്തിനെ സൂചിപ്പിക്കണോ ദുഃഖത്തിന് ഹാസ് പറഞ്ഞ സുഖത്തിന് ചിർഹാസ് അശ്രുമയ ആനൻ രേ ഇസ് മാനവ് ജീവൻ കാ ഈ മനുഷ്യ ജീവിതത്തിലെ നമ്മളെ രണ്ട് ഭാഗങ്ങള് എന്താണ് സന്തോഷവും ദുഃഖവും നമ്മൾ അനുഭവിക്കണം ഈ ജീവിതത്തിന്റെ ഒരു രണ്ട് മുഖങ്ങളാണ് ആനൻ പറഞ്ഞ ഈ ഫേസുകൾ ഈ രണ്ട് മുഖങ്ങൾ ഈ നമുക്ക് ഹമേ ഇസ് ജീവൻ മേ അനുഭവ് കർണാ ഹി ഹോഗ നിർബന്ധമാണ് നമ്മൾ ജീവിതത്തിൽ ഇത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ സുഖ് ഓർ ദുഃഖ് यह सांझ उषा का आंगन आलिंगन विरह मिलन का चिरहास अश्रुमय आनंद रे इस मनुष्य जीवन का मनुष्य जीवन में मनुष्य को दुख और सुख सहना ही पड़ता है सुख और दुख विरह और मिलन का आलिंगन करती है സുമിത്രാനന്ദൻ എഴുതിയ കവിതയാണ് ഏത് സുഖ് ദുഃഖ് സിമ്പിൾ പോയമാണ് ഇതിൽ കുറെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം മുഖ് പറഞ്ഞ മുഖം പിന്നെ മേഘ് പറഞ്ഞ ഘൻ പറഞ്ഞ മേഘ് പറഞ്ഞ മേഘങ്ങള് ആനൻ പറഞ്ഞ ഫേസ് നിഷാ ദിവ ഇങ്ങനത്തെ വാക്കുകള് നോക്കുക നിഷാദിന് രാത്രിയും പകലും അതുപോലെ സുഖവും ദുഃഖവും എങ്ങനെയാണ് കമ്പയർ ചെയ്തതിന് നിഷ ദിവ ഇവിടെ കണ്ടില്ലേ പിന്നെ ഹാസ്യ അശ്രുമയ സന്തോഷവും ദുഃഖവും അപ്പൊ സുഖവും ദുഃഖവും രണ്ടിതായിട്ടാണ് കാണിച്ചു തന്നെ ഇങ്ങനത്തെ വാക്കുകൾ എപ്പോഴും നോക്കണം സാഞ്ച് ഉഷ വിരഹ് മിലൻ ഹാസ് അശ്രുമൈ നിഷാ ദിവ ഇതൊക്കെ നമ്മളുടെ സുഖവും ദുഃഖത്തിന്റെയും വേറെ അർത്ഥം വെച്ചിട്ടുള്ള വാക്കുകളാണ് മുഖ് കാ സമാനാർത്ഥി ശബ്ദ് കോൺസാ ഹെ മുഖ് പറഞ്ഞ എന്താണ് ഫേസ് അതിന് ആനൻ നമ്മൾ പദ്യത്തിലുണ്ട് ഏറ്റവും അവസാനത്തെ സ്റ്റാൻസയില് അല്ലേ ദാ ആനൻ പറയണത് എന്താണ് ആനൻ പറഞ്ഞാലാണ് മുഖ് അല്ലെങ്കിൽ ഫേസിനാണ് പറയണത് അതുപോലെ ഉഷാക്ക അർത്ഥ ക്യാ ഹെ എന്താണ് ഉഷ പറഞ്ഞ അർത്ഥം ഉഷ പറഞ്ഞാല് എന്താണ് ഇത് ഉഷ പറഞ്ഞ പ്രഭാത് ഉഷ പറഞ്ഞ പ്രഭാത് പറഞ്ഞ രാവിലെ അതുപോലെ ഘൻ കിസ്ക പ്രതീക് ഹെ ഘൻ നമ്മള് കഴിഞ്ഞ സ്റ്റാൻസയിൽ കണ്ടു എന്താ കണ്ടത് ഘൻ പറഞ്ഞാല് മേഘങ്ങളുടെ ഉള്ളിൽ എന്ത് ഒളിച്ചിരിക്കും മേഘങ്ങൾ വന്നാല് നമുക്ക് എന്ത് കാണില്ല നിലാവ് അല്ലേ അപ്പൊ അതില് കാണാൻ നിങ്ങക്ക് ഇതാ ഫിർ ഘൻ മേ ഓജൽ ഹോ ശശി ഫിർ ശശി മേ ഓജൽ ഹോ ഘൻ പറഞ്ഞ
मेघम, घन किसका प्रतीक है? दुख का. ശശി किसका प्रतीक है? ശശി പറഞ്ഞ ചന്ദ്രൻ എന്തിന്റെ പ്രതീകമാണ്? സുഖത്തിന്റെ. ശശിയുടെ അർത്ഥം എന്താണ്? ചാന്ദ് അല്ലേ? നമ്മൾ സഫലത പാനെ കെ ലിയെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് നേടണമെങ്കിലും എന്ത് വേണം? കഠിനമായ പരിശ്രമം. അതിനെന്താ പറയാ? മെഹനത്ത്. സഫലത പ്രാപ്ത് करने के लिए हमें क्या चाहिए? എന്താ चाहिए? സഫലത പ്രാപ്ത് करने के लिए मेहनत. എന്താണ് ഹാർഡ് വർക്കിന് പറയാ? मेहनत. मेहनत करना चाहिए. മേഘ के लिए इस कविता में प्रयुक्त शब्द कौन सा है? മേഘം പറഞ്ഞത് എന്താണ്? മേഘം പറയണത് മേഘ്. മേഘം. അതിന് വേറെ വാക്ക് ഏതാ നമ്മൾ പറഞ്ഞത് ഇവിടെ? ഘൻ. ഏതാണ്? ഘൻ. സുഖ് ദുഃഖ് കിസ് വിധാ കി രചന ഹെ? ഇത് എന്താണ് സുഖ് ദുഃഖം? കവിതയാണോ? കഹാനിയാണോ? ഏകാംഗി? എന്താണ് അത്? നാടകമാണോ? അല്ല, അത് കവിതയാണ് അല്ലെ? കവിതയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ജീവിതം പരിപൂർണമാണ്? സുഖവും ദുഃഖവും. സുഖവും ദുഃഖിന്റെ എന്താണ്? മധുരമായ മിലൻ, മധുരമായ കൂടിച്ചേരലുകൊണ്ടാണ് നമ്മളുടെ ജീവൻ പരിപൂർണമാവണം. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റാൻസിൽ നോക്കിക്കേ അല്ലേ? നമ്മളുടെ ജീവിതം പരിപൂർണമാവണത് എങ്ങനെയാണ്? സുഖവും ദുഃഖത്തിന്റെ മധുരമായ കൂടിച്ചേരലുകൊണ്ടാണ് എന്താണ് നമ്മളുടെ ജീവിതം പരിപൂർണ ആവുന്നത്. അപ്പോ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ആരാണ് ഈ പദ്യം എഴുതിയത്? സുമിത്രാനന്ദൻ പന്ത്. പിന്നെ ഇത് എന്താണ്? കവിതയാണ് അല്ലെ? കവിതയാണ്. ഓരോ സ്റ്റാൻസ വൈസ് ഞാനൊരു മീനിങ് ചെയ്ത് പറഞ്ഞ മനസ്സ്. പിന്നെ ഖേൽ മിച്ചോനി പറഞ്ഞ എന്താണ്? ഖേൽ പറഞ്ഞ കളി, മിച്ചോനിയാണ് എന്താണ്? ഒളിച്ചുകളി. പിന്നെ ഖോലെ ജീവൻ അപ്നാമു, അപ്പോഴാണ് നമ്മൾ ജീവിതത്തിന്റെ തുറന്ന മുഖം പോലെ, തുറന്ന മുഖം നമുക്ക് കാണാൻ പറ്റുക. മുഖം പറഞ്ഞ ഫേസ്. സുഖ് ദുഃഖ് മധുർ മിലൻ സേ യഹ ജീവൻ. ഈ നമ്മൾ ഇവര് രണ്ടുപേരും ചേരലുണ്ട്. ആരെ രണ്ടുപേരും? സുഖവും ദുഃഖവും ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം പരിപൂർണമാവുന്നു. എങ്ങനെയാണ്? മേഘത്തിന്റെ ഉള്ളിൽ ചന്ദ്രൻ അപ്രത്യക്ഷമാവുമ്പോൾ ചില സമയങ്ങൾ അങ്ങനെ ആവാറുണ്ട്. ചില സമയങ്ങളിലോ ചന്ദ്രന്റെ നിലാവ് കാരണം മേഘങ്ങൾ അപ്രത്യക്ഷമാവുന്നു. അപ്പോ ഘൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ദുഃഖത്തിനെ. ശശി എന്തിനെ സൂചിപ്പിക്കുന്നു? സുഖത്തിനെ. അപ്പോ രണ്ടുപേരും കൂടിച്ചേരൽ ഉണ്ടാവുമ്പോഴേ ജീവിതം എന്താണ്? പൂർണ്ണമാവുന്നു. दोनों के मिलन से ही हमारा जीवन पूर्ण हो जाता है. कितने लोग पीड़ित हैं और कितने लोग सुख में हैं, यह मानव जीवन में बटा हुआ है. എന്താണ്? മനുഷ്യ ജീവിതത്തിൽ ഇത് വിഭജിച്ചിരിക്കുന്നു. എന്ത്? സുഖവും ദുഃഖവും. ചില സമയത്ത് ദുഃഖ് പഹലെ ആ ജായേ കഭി സുഖ് ആ ജായേ, കഭി സുഖ് പഹലെ ആ ജായേ കഭി ദുഃഖ് ബാദ് മേ ആ ജായേ. ചില സമയം സുഖം ആദ്യം വരും, പിന്നെയാണ് പിന്നാലെ ദുഃഖം വരും. അപ്പോ ഒരു ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാവും. ഈ പദ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ള സന്ദേശം അതാണ്. There are ups and downs in our life. Ups and downs, ഏറ്റവും ഇറക്കവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാവും. അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് കാരണമാണ് നമ്മളുടെ ജീവനം മധുരമായ ജീവിതം ആയി മാറുന്നത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അവിരിത് ദുഃഖേ ഉത്പീഡൻ അവിൽ സുഖി ഉത്പീഡ്. കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ടുള്ള ദുഃഖവും സുഖവും വരുന്ന വിഷമങ്ങള് എങ്ങനെയാണ്? രാത്രിയും പകലും പോലെയാണ് ജീവിതം. ഉറങ്ങി നീക്കണ ഉറങ്ങലും ഉറങ്ങണമെന്നും ഉണരണമെന്നും പോലെയാണ് നമ്മളുടെ ഈ ലോകം. അങ്ങനെയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോണത്. ആ രസത്തിൽ നമ്മള് ജീവിച്ച് പോണം. എങ്ങനെയാണ്? വൈകുന്നേരം പ്രഭാത് രാവിലെ നമ്മളുടെ മുറ്റത്ത് ഇവര് രണ്ടുപേരും വന്നു പോണു. ആരൊക്കെ? സാഞ്ച് ഓർ ഉഷ. ആംഗൻ പറഞ്ഞ നമ്മളെ മുറ്റം. എന്തുകൊണ്ട്? ആലിംഗനം, നമ്മളുടെ ദുഃഖവും സുഖവുമായിട്ടുള്ള ആലിംഗനം ചെയ്ത് നമ്മളുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ചിരിയും കണ്ണുനീരുമായിട്ട് നമ്മളുടെ മുഖത്ത്. ഇതാണ് ഈ ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ സന്ദേശം. ഒരിക്കലും നമ്മള്
തളരാൻ പാടില്ല. നമ്മള് ഇതെല്ലാം സഹിച്ച് നമുക്ക് മുന്നോട്ട് പോണം. എന്ത് ഇതും വന്നാലും എന്ത് സങ്കടം വന്നാലും നമ്മള് എല്ലാം നേരിട്ടിട്ട് നമ്മള് മുന്നോട്ട് പോണം. ഈ കവിതയുടെ ആശയം ഇതാണ്. മനുഷ്യൻ ഒരിക്കലും തോൽക്കാൻ പാടില്ല. कंटिन्यूस आയിട്ട് मनुष्य ने एപ്പോഴും मेहनत करनी चाहिए. मनुष्य को हमेशा मेहनत करनी चाहिए और अपना सपनों को पूर्ण करना चाहिए. मनुष्य अपने जीवन में सुख दुख के मिलन से वह हमेशा परिपूर्ण हो जाता है.